ഇന്ന് രാവിലെ തന്നെ സോഷ്യൽ മീഡിയ തുറന്ന സമയത്ത് ഒരു ഹാപ്പി വിഷു പോസ്റ്റർ ഉണ്ടാക്കിയ കോലാഹലങ്ങളാണ് കാണാനിടയായത്. ഇത് കുഴിമന്തി പോസ്റ്റർ ജിഹാദ് എന്ന് പറയേണ്ടി വരും. അങ്ങനത്തെ ഒരു ഐറ്റമാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ശ്രീജിത്ത് പന്തളത്തിൻ്റെ ഒരു പോസ്റ്റാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത്. ചേർത്തലയിൽ മുഹമ്മദ് ഷമീർ എന്ന വ്യക്തിയും കൂട്ടുകാരും ചേർന്ന് നടത്തുന്ന മെഹർ മന്തി എന്ന ഈ സ്ഥാപനത്തിൽ നിന്നും വിഷുദിനത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച ചിത്രമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. കൃഷ്ണഭഗവാനെ മന്തി തിന്നുന്ന രീതിയിൽ അവതരിപ്പിച്ച ഈ തെമ്മാടികൾക്കെതിരെ നാളെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഹിന്ദു ആരാധനാമൂർത്തികളെ അവഹേളിച്ചതിന് കേസ് പിന്നാലെ വേറെ. പോസ്റ്റർ നിങ്ങൾ എന്താണെങ്കിലും ഇവിടെ കാണുന്നുണ്ടല്ലോ. ആ പോസ്റ്ററിൽ കുട്ടിക്കൃഷ്ണൻ്റെ ഒരു ഐഡലിനെ വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ കുഴിമന്തി അവർ വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് പിന്നെ ബാക്കി വിഷു ഐറ്റങ്ങളൊക്കെ വെച്ചിട്ട് ഹാപ്പി വിഷു എന്ന് എല്ലാവർക്കും മെഹറിൻ്റെ വിഷു ആശംസകൾ, മെഹർ മന്തി ആൻഡ് ഗ്രിൽസ്. ഒറ്റ നോട്ടത്തിൽ ഞാൻ പറയാം, ഇത് ശരിക്കും ഈ കൃഷ്ണൻ ഇല്ലായിരുന്നെങ്കിൽ, ഹാപ്പി വിഷു എന്ന് പറഞ്ഞിട്ട് മന്തി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര സീൻ ഉണ്ടാവില്ല. എൻ്റെ അറിവിൽ വിഷു ആഘോഷിക്കുന്ന എല്ലാവരും നോൺ വെജ് കൂട്ടാതെ വെജിറ്റേറിയൻ മാത്രം കൂട്ടി ആ ദിവസം വിഷു ആഘോഷിക്കും എന്നുള്ളൊരു തോന്നൽ എനിക്കില്ല. ഓക്കെ, വിഷു എന്ന് പറയുമ്പോൾ കൃഷ്ണൻ ഐതിഹ്യം അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്ത് വേറെ കുറേ ഐറ്റങ്ങളുണ്ട്. പക്ഷെ അതല്ലാതെ തന്നെ കാർഷികോത്സവം എന്നുള്ള രീതിക്കാണ് വിഷു കൂടുതലായിട്ടുള്ള ആളുകളിലേക്കും എത്തിയിട്ടുള്ളതും നമ്മൾ അതൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നതും. ഇപ്പോൾ ഹിന്ദുക്കൾ മാത്രമൊന്നുമില്ലല്ലോ, വിഷുവിന് വടക്കം പൊട്ടിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന മുസ്ലിംസും ഉണ്ട്, ക്രിസ്ത്യൻസും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ കേരളം മൊത്തം എല്ലാവരും വെജിറ്റേറിയൻ മാത്രം വിളമ്പി തിന്ന് ഈ പറഞ്ഞ വിഷു ആഘോഷിക്കുന്നൊന്നുമില്ല. പക്ഷെ അതിൽ കൃഷ്ണൻ്റെ ഐഡൽ വെച്ചതുകൊണ്ടാണ്. ഓക്കെ, കൃഷ്ണൻ്റെ ഐഡൽ വെക്കുമ്പോൾ അത് വെരി എന്താ പറയുക, മോശമായിപ്പോയി. മോശം എന്നല്ല, അത് വേണ്ടാത്തൊരു പരിപാടി. കാരണം ഓൾറെഡി എന്തെങ്കിലുമൊക്കെ വിഷയം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഓക്കെ, മത തീവ്രവാദികൾ തന്നെ ഞാൻ അവരെ പറയും. അത് ഹിന്ദു മതത്തിലുമുണ്ട്, മുസ്ലിം മതത്തിലുമുണ്ട്, ക്രിസ്ത്യൻ മതത്തിലുമുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് എസ്കലേറ്റ് ചെയ്ത് അത് ആളുകളുടെ ഇടയിലേക്ക് ഒരു വർഗീയതയുടെ ഏറ്റവും അറ്റ്മോസ്റ്റ് വിഷം വെച്ച് കുത്തിവെച്ച് ആളുകളെ തമ്മിലടുപ്പിച്ച് ഇത് ഭയങ്കര ഒരു സീനാക്കി അതിൽ നിന്ന് രാഷ്ട്രീയമായിട്ടുള്ള നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും ഇറങ്ങിത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൃഷ്ണൻ്റെ മുന്നിൽ മന്തി കൊണ്ടുപോയി വെച്ചത് ഇവർ ചെയ്ത ഏറ്റവും വലിയ തെമ്മാടിത്തരമാണെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പം ഇതിനൊക്കെ മറുചോദ്യങ്ങൾ വരുന്നവർ ഫേസ് ചെയ്യണ്ടേ? നിങ്ങളൊന്ന് ആലോചിക്കും, ഇപ്പോൾ ഇതിന് മറുചോദ്യമായിട്ട് എന്തൊക്കെ വരും. ഞാനിവിടെ 2 കമൻറ്റ് കൊടുക്കാം, ആ കമൻസിന് കിട്ടിയ ലൈക്ക് നിങ്ങൾ നോക്ക്. ഇപ്പം ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ഒരവസ്ഥ, അല്ലെങ്കിൽ ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നേരിടേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സീനാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഈ പറഞ്ഞ മെഹർ മന്തിയുടെ ഓണേഴ്സിൻ്റെ തലയിൽ തന്നെയാണ്. അവനാൻ്റെ സ്ഥാപനത്തിൽ എന്ത് പ്രൊമോഷൻ്റെ രീതിയിൽ എന്ത് രീതിയിലുള്ള പോസ്റ്റേഴ്സ് പുറത്തിറങ്ങണം എന്നുള്ളത് വേരിഫൈ ചെയ്യേണ്ടത് അതിൻ്റെ ഓണേഴ്സാണ്. അതവർ ചെയ്യാതെ ഒരു സാധനം പുറത്ത് വിടുമ്പോൾ അത് ഇതേപോലെ മതപരമായിട്ട് ആളുകളുടെ മതപരമായിട്ടുള്ള ആ ഒരു എന്താ പറയുക, അവർ അത്രയും ദൈവം എന്ന് പറയുമ്പോൾ അറിയാലോ, എക്സ്ട്രീം മതചിന്താഗതിയുള്ള ഒരു ദൈവത്തിനെ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുക എന്നുള്ളത്. കൃഷ്ണൻ്റെ മുന്നിൽ മന്തി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അങ്ങോട്ട് പൊട്ടും. ഞാൻ ഈ മതമോ അല്ലെങ്കിൽ ബാക്കി സംഗതികളോ ഒന്നും വിശ്വസിക്കാതെ ജീവിക്കുന്ന ഒരാൾക്ക് എനിക്കിപ്പോൾ കൃഷ്ണൻ്റെ മുന്നിൽ മന്തി കണ്ടാലെന്താ, ചിക്കൻ കണ്ടാലെന്താ, എനിക്കതൊരു വിഷയമുള്ള കേസല്ല. പക്ഷെ ഇതേപോലെ തന്നെ തിരിച്ചും നേരത്തെ കമൻറ്റിൽ കണ്ട പോലെ ഒരു പെരുന്നാക്ക് മറ്റേ പോർക്ക് വെച്ച് പന്നി വെച്ചൊരു ആശംസ വെച്ച് ആരെങ്കിലും അടിച്ചിറക്കിയ അതിൽ ഭയങ്കരമായിട്ട് മതവികാരം വ്രണപ്പെട്ട് ഒരു 100 റീലും ഒരു 10 വീഡിയോ ആയിട്ട് കുറേ ഉസ്താദ്മാരും ഇറങ്ങുമല്ലോ. അതുള്ളതാണ്. അപ്പം ഇങ്ങനത്തെ സാഹചര്യം ഈ സൊസൈറ്റിയിൽ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും ഇത് ഭയങ്കര ലൈറ്റായിട്ട് ഈ പരിപാടി എടുത്ത് ഇറങ്ങിയത് ഇതിൻ്റെ ഓണേഴ്സ് ചെയ്ത തെറ്റ്. അവർ ഇന്ന് ഇതിനൊരു മാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ 1-2 പോസ്റ്റ് ചെയ്തായിട്ട് കണ്ടു. 2-3 പാർട്ട്നേഴ്സ് അവരുണ്ട്. അപ്പോൾ 2 പാർട്ട്നേഴ്സിൻ്റെ വീഡിയോ ഉണ്ട്, അത് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. അതിന് മുമ്പ് ഈ ന്യൂസ് ഒന്ന് പ്ലേ ചെയ്യാം. ആലപ്പുഴ ചേർത്തലയിൽ മന്തി റെസ്റ്റോറന്റിന്റെ വിഷു പരസ്യത്തിൽ ശ്രീകൃഷ്ണന്റെ ചിത്രം വന്നതിൽ ഉടമ അറസ്റ്റിൽ. മെഹർ മന്തി റെസ്റ്റോറന്റ് ഉടമ അർഷാദിനെയാണ് ചേർത്തല പോലീസ് അറസ്റ്റ് ചെയ്തത്. 1 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ് ചുമത്തിയത്. ഈ അർഷാദ്, ഷംനാസ് ഉൾപ്പെടെ 3 പേരുടെ ഉടമസ്ഥതയിലുള്ളതാണ്. ചേർത്തല സ്വദേശികളാണ് 9 പേര്. ഈ 9 പേരുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് മെഹർ മന്തി. അവർ ഈ വിഷു ദിവസമാണ് വിഷു ആശംസകൾ എന്ന രീതിയിൽ ഒരു പോസ്റ്റർ നിർമ്മിച്ചത്. അതിൽ
ഇവർ പറയുന്നത് മറ്റൊരാൾക്ക് ഈ പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ കൊടുത്തു. അങ്ങനെ ഷംനാസിന്റെ ഫോണിൽ നിന്ന് വാട്സപ്പിൽ അത് പ്രചരിച്ചു എന്നാണ്. ശ്രീകൃഷ്ണൻ ഈ കുഴിമന്തിക്ക് മുൻപിൽ ഇരിക്കുന്ന ഒരു പോസ്റ്ററാണ്. ഇതിനെതിരെ പരാതി നൽകിയത് സംഘപരിവാറിന്റെ പ്രവർത്തകൻ കൂടിയായിട്ടുള്ള അഭിഭാഷകൻ MV ബിജു ആണ് പരാതി നൽകിയത്. ചേർത്തല പോലീസിൽ പരാതി നൽകി. ചേർത്തല പോലീസ് അത് കേസ് എടുത്തിട്ടുണ്ട്. 1 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ്. BNS 192 അതായത് വകുപ്പ് കലാപം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ മനഃപൂർവ്വമോ ദുരുദ്ദേശപരമോ ആയ പ്രകോപനത്തിന് ശ്രമിച്ചു എന്ന രീതിയിൽ അർഷാദിനെതിരെയാണ്, 9 പേരാണ് അതിന്റെ ഉടമസ്ഥർ, പക്ഷെ അർഷാദിനെതിരെയാണ് നിലവിൽ കേസ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ചേർത്തല ഈ മെഹർ മന്തി എന്ന സ്ഥാപനത്തിനെതിരെ കേസെടുത്തതിന്റെ പിന്നാലെ VHP ഇപ്പോഴിതാ ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഈ സ്ഥാപനത്തിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കുകയാണ്. ഈ റെസ്റ്റോറന്റിന് സുരക്ഷ വേണമെന്നതിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴത്തെ ചേർത്തല പോലീസ് ഈ സ്ഥാപനത്തിന് ഇപ്പോഴത്തെ സുരക്ഷ കൂടി നൽകുന്നുണ്ട്. എന്താണെങ്കിലും വിഷു ആശംസ പോസ്റ്റർ നിർമ്മിച്ചത് ദുരുദ്ദേശപരമല്ല, ഏതെങ്കിലും തരത്തിലുള്ള മതസ്പർദ്ധ ഉണ്ടാക്കാനല്ല. ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്തു എന്ന് മാത്രമാണുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് ഷിയാസ് കരീം ബീഫ് അനുമോൾ എന്നൊക്കെ പറഞ്ഞൊരു വിഷയം നാഷണൽ ലെവലിൽ കത്തിപ്പടർന്നതും അതിൻ്റെ വേവ്സ് ഒന്നും ഇപ്പോഴും തീർന്നിട്ടില്ല. ഓക്കെ, അതൊക്കെ ഇപ്പോഴും ചർച്ചയിൽ നിൽക്കുന്ന സമയത്താണ് പ്രമോഷൻ്റെ ഭാഗമായിട്ട് ഇങ്ങനത്തെ ഒരു ഐറ്റം അവർ പടച്ചു വിട്ടതും. ഇനിയിപ്പോൾ ഇതുകൊണ്ട് എന്തൊക്കെ സംഭവിക്കും ഈ നാട്ടിൽ? കാരണം എന്താ ഇത് ഓക്കെ, മുതലെടുക്കാൻ നടക്കുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ മുതലെടുപ്പിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ട് പോകുന്ന പല കാര്യങ്ങളും ഭയങ്കര ന്യൂട്രലായിട്ട് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അത്ര അങ്ങോട്ട് എക്സ്ട്രീം മതം കൊണ്ട് നടക്കാത്ത ആളുകളിലേക്ക് കൂടി നിങ്ങളിത് വിഷയങ്ങളാക്കി ഇട്ട് കൊടുക്കരുത്. ഇപ്പോൾ ഞാൻ ഷിയാസിൻ്റെയും അനുമോളിൻ്റെയും ബീഫിൻ്റെയും കാര്യം പറഞ്ഞപ്പോഴും ഇതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സാധനങ്ങൾ പടച്ചു വിടുന്ന ഒരു രാജ്യമാണ് നമ്മളത്. ഓക്കെ, നമ്മുടെ കേരളത്തിനെ ടാർഗറ്റ് ചെയ്തും മലയാളികളെ ടാർഗറ്റ് ചെയ്തും ഒരുപാട് പേര് നോക്കിയിരിക്കുന്നുണ്ട്. ഇവരുടെ മുന്നിലേക്കാണ് ഇങ്ങനത്തെ ഐറ്റങ്ങൾ പോകുന്നത്. ഇനി നാളെ ഇതൊരു കേരള സ്റ്റോറിക്കുള്ള പ്ലോട്ടിൻ്റെ ഭാഗമായി തീരില്ല എന്ന് ആര് കണ്ടു? സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ അവർ മാറ്റും. അവർ ഈ TCS നടക്കുന്ന വിഷയങ്ങളോ അല്ലെങ്കിൽ ബാക്കി സാധനങ്ങളോ മഹാരാഷ്ട്ര സ്റ്റോറി ഇതൊന്നും പറഞ്ഞ് ഇറക്കാൻ പോകുന്നില്ല. അവരതൊക്കെ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ടാണ് ഇത് കേരളത്തിൻ്റെ തലേക്കാവും എൻഡ് ഓഫ് ദ ഡേ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വരിക. കാരണം നമ്മളിവിടെ അത്രത്തോളം ഐക്യത്തോടു കൂടി പോകുന്ന മതസൗഹാർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണത് ഏറ്റവും കൂടുതലായിട്ട് കീപ്പ് ചെയ്യുന്ന ആൾക്കാർ. പക്ഷെ വെരി അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പറയട്ടെ, ഇവിടെ ഒരു തരം വേറെ രീതിയിലുള്ള ചിന്താഗതി ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യൻസിനും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ചില ഹിന്ദുക്കൾ വിചാരിക്കുന്നത്, അയ്യോ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ തീർക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യണം, നമ്മളെ ഇല്ലാതാക്കാനാണ് മുസ്ലിംസ് തീരുമാനിക്കുന്നത്. മുസ്ലിംസിൻ്റെ വിചാരം, അയ്യോ ഞങ്ങളെ തീർക്കാൻ വേണ്ടി ഹിന്ദുക്കൾ ഉണ്ടാവുന്നു, ഹിന്ദു രാജ്യമാക്കാൻ പോകുന്നു, ഹിന്ദുക്കൾ നമ്മളെ തീർക്കാൻ പോകുന്നു. ക്രിസ്ത്യൻസും ഇതേപോലെ ഹിന്ദു മുസ്ലിമും അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് എല്ലാവരെയും അല്ല, എന്നാൽ വളരെ കുറച്ചുണ്ടായിരുന്ന ആളുകളുടെ എണ്ണം ഇപ്പോൾ വളരെയധികം കൂടിയിട്ടുണ്ട്. ഒരു മെജോറിറ്റിയിലേക്ക് ഇത് എത്തിയുള്ള അവസ്ഥ എന്താ? പിന്നെ സ്വൈരത്തോടു കൂടി ജീവിക്കാൻ പറ്റും ഈ നാട്ടിൽ? നമ്മൾ ഒരു മതിലിൻ്റെ അപ്പുറത്തുള്ള അയൽവക്കക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യനും ആയി കഴിഞ്ഞാൽ അവസ്ഥ എന്താ? ആ രീതിയിലേക്കൊന്നും കാര്യങ്ങൾ പോവാതെ നോക്കേണ്ടത് നമ്മുടെ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. ഇനി ഈ ഹോട്ടൽ ഉടമയുടെ റെസ്പോൺസ് നമുക്ക് കേൾക്കാം. നമസ്കാരം, മെഹർ മന്തി ഗ്രിൽസിൽ നിന്നാണ്. കഴിഞ്ഞ വിഷുദിനത്തോട് അനുബന്ധിച്ചുകൊണ്ട് നമ്മൾ ചെറിയൊരു ആശംസ പോസ്റ്റർ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അത് നമ്മൾ തികച്ചും പുറത്തൊരാളെ കൊണ്ടാണ് ആ പോസ്റ്റർ ചെയ്യിപ്പിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ സഹോദര സമുദായങ്ങൾക്ക് ഉണ്ടാകുന്ന രീതിയിൽ ആ ഒരു ചെറിയൊരു മനസ്സിന് ചെറിയൊരു വിഷമം ഉണ്ടായെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു. തികച്ചും ഞങ്ങളുടെ അറിവോടുകൂടി ചെയ്തതല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് ആ പോസ്റ്റർ അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഞങ്ങൾ എന്നാൽ അത് മാറ്റുകയും പകരം നല്ല രീതിയിലുള്ള ഒരു വിഷു ആശംസ പോസ്റ്ററാണ് നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഷെയർ ചെയ്തത്. ആ പോസ്റ്റർ, വിവാദപരമായ പോസ്റ്റർ നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിലും സോഷ്യൽ മീഡിയയിലും ഒന്നിലും ഞങ്ങൾ ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. ഞങ്ങളപ്പോൾ തന്നെ അതെല്ലാം ഒഴിവാക്കിയതാണ്, തടസ്സപ്പെടുത്തിയതാണ്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും മാന്യമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കുണ്ടായ ആ ഒരു ബുദ്ധിമുട്ടിൽ ഞങ്ങൾ മാനേജ്മെന്റ് ടീം നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. എല്ലാവരും സഹകരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് അവർ മാപ്പ് അപേക്ഷിച്ചുകൊണ്ടിട്ട വീഡിയോ. ഇതിനകത്ത് അവർ പറയുന്നത് പുറത്തൊരു ഔട്ട്സോഴ്സ് ചെയ്തതാണ് ഒരു ആഡ് കമ്പനിക്ക്, അവർ ചെയ്ത പരിപാടിയാണെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ക്രിയേറ്റീവ് ആയിട്ട് ഇത് ചെയ്ത വ്യക്തിയെ ഇവർ ബ്ലെയിം ചെയ്യുന്നു, ആ കമ്പനിയെ ബ്ലെയിം ചെയ്യുന്നു. ബട്ട് എൻഡ് ഓഫ് ദ ഡേ ഇങ്ങനൊരു സാധനം നിങ്ങൾക്ക് ഇവർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ അത് വേരിഫൈ ചെയ്തിട്ട് അയ്യോ ഇത് വിഷയമാവും എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയും ബോധവും നിങ്ങൾക്കില്ലേ? സീരിയസ്ലി മാൻ, ഞാൻ പറഞ്ഞല്ലോ, അതൊരു വിഷു ആശംസ വിത്ത് മന്തി ആണെങ്കിൽ ഇവിടെ ഒരു വിഷയവും ഇല്ല.
കൃഷ്ണൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് മന്തി വെച്ച് കൊടുക്കുമ്പോൾ ഇത് നാളെ വിഷയമാവും എന്ന് ചിന്തിക്കാൻ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ ഇത് സീനാക്കാൻ ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടിയിരുന്നത്. ഈ സാധനങ്ങൾ നിങ്ങൾ വാട്സാപ്പെങ്കിൽ വാട്സാപ്പ് വഴി 10 ഫോർവേഡ് ചെയ്യുക, അങ്ങനെ ചിന്തിക്കേണ്ടിയിരുന്നു. അങ്ങനെ ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ ഫോർവേഡ് ചെയ്യില്ല. നിങ്ങളിത് ആ ചെയ്ത ടീമിനോട് നിങ്ങൾ പറയും, ഇതല്ല വേണ്ടേ, ഇതിൻ്റെ ആവശ്യമില്ല, ഇത് ചെയ്യാൻ പാടില്ല. പക്ഷെ ഇതിപ്പോൾ വിഷയമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നേരെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ചെയ്തു തന്ന ടീമിൻ്റെ തലയിലല്ല ഇടേണ്ടത്. അത് ചെയ്ത് തന്ന ടീമിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഓക്കെ ആയതുകൊണ്ടാണ് വാട്സാപ്പിലെങ്കിൽ വാട്സാപ്പിൽ നിങ്ങളത് 10 പേർക്ക് ഷെയർ ആക്കി കൊടുത്തതും ഇപ്പോൾ ഈ വിഷയമായത്. മനസ്സിലായില്ലേ? നിങ്ങൾക്കത് ഓക്കെ ആയിരുന്നു കൈ കിട്ടിയപ്പോൾ, അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വിഷയമായപ്പോഴാണ് ഇതിനകത്തുള്ള ഈ വിഷയം നിങ്ങൾക്ക് ഇത്രത്തോളം മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ ഉള്ളൊരു ഐറ്റമാണ് എന്ന് മനസ്സിലായപ്പോൾ നേരെ നിങ്ങൾ ഇത് ശരിക്കും ഇയാളിത് സ്വയം ആക്സെപ്റ്റ് ചെയ്താൽ മതി. ഈ കമ്പനീനെ പോയിട്ട് അയ്യോ ഇതൊരു കമ്പനീൻ്റെ പേരിലായിരുന്നു, ഇത് വിഷയമായിരുന്നു എന്നുള്ളതൊന്നും നോക്കി അതൊന്നും പറഞ്ഞിട്ട് ഇനിയിപ്പോൾ കാര്യമൊന്നുമില്ല. കാരണം ഇത് മുതലെടുക്കാൻ നടക്കുന്നവർ ഇനി ഇത് മുതലെടുക്കും, മാക്സിമം മുതലെടുക്കും. ഇപ്പോൾ യുവരാജ് ഗോകുലിനൊരു പോസ്റ്റാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. ഇതെല്ലാം വെറുതെ സംഭവിക്കുന്നതാണെന്ന് കരുതണം എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? റംസാൻ സമയത്ത് ഈ ഹോട്ടലുകൾക്ക് ഉച്ചയ്ക്ക് വിശന്നിരിക്കുവാണോ വാ മന്തി കഴിക്കാം എന്ന് ക്യാപ്ഷൻ കൊടുത്തൊരു പരസ്യം ചെയ്ത് നോക്കരുതായിരുന്നോ? ഇതുപോലെ കുറേ ആൾക്കാരുണ്ട്. ഇനി ഇവർ ഇറങ്ങി തിരിച്ച് ഇപ്പോൾ ശശികലേൻ്റെ പോസ്റ്റാണ് ഞാൻ അവിടെ വെച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള ആളുകൾ മാക്സിമം ഇത് മിൽക്ക് ചെയ്ത് ഇതിനകത്തുനിന്ന് മാക്സിമം രാഷ്ട്രീയം ഉണ്ടാക്കി ആളുകളുടെ മനസ്സിലേക്ക് ആ വർഗീയതയുടെ ഒരു പോയ്സൺ ഇട്ട് കൊടുക്കാൻ നോക്കും. ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ ഇനി ചെയ്യേണ്ടത്. എല്ലാ കാര്യം ചെയ്യുമ്പോഴും നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ട് ചെയ്യണം ഇനി. കാരണം ഇങ്ങനത്തെ കാര്യങ്ങളിൽ ക്യാഷ് ഇൻ ചെയ്ത് അത് ഭയങ്കരമായിട്ട് ഊതിപ്പെരുപ്പിച്ച് അത് ഭയങ്കരമായിട്ട് നാഷണൽ ലെവലിൽ കൊണ്ടുവന്ന് ഹിന്ദുവിനെ തകർക്കാൻ നോക്കുന്നു, ജിഹാദ് കൊണ്ടുവരാൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇറങ്ങും. നേരെ തിരിച്ചുകൊണ്ട് കേട്ടോ, നേരെ തിരിച്ചുകൊണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല. ഇന്നിപ്പോൾ ഒരു ന്യൂസ് ഞാൻ കണ്ടു. ദറസിന്ന് കുറച്ച് കുട്ടികൾ ചുമരെഴുത്തിന് പോയ സമയത്ത് ഒരു വീട്ടിനകത്ത് ആളുകൾ വിളിച്ച്, അത് ഹിന്ദു മതത്തിൽപ്പെട്ട 2 പേര് ആ പയ്യന്മാരെ വിളിച്ച് കയറ്റി മതം പറഞ്ഞ് ഈ ഇറാൻ അമേരിക്ക കാര്യമൊക്കെ പറഞ്ഞ് അവരെ തല്ലി അടിച്ചു ഉപദ്രവിച്ചു എന്നുള്ളത്. അതും ഈ നാട്ടിൽ ഇന്ന് തന്നെ നടന്ന വിഷയമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് വെച്ചാൽ ഈ ആളുകളുടെ മൈൻഡ് സെറ്റ് എങ്ങനെ മാറിപ്പോണേന്ന്. അസഹിഷ്ണുതയാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും മതവും വർഗീയതയുമായിട്ട് ചിന്തിക്കുകയാണ്. ഞാൻ ആ ന്യൂസും വേണമെങ്കിൽ വെച്ച് തരാം. പക്ഷെ ആ ന്യൂസിൽ ഇത്ര പെട്ടെന്ന് കേസ് എടുത്തോന്ന് അറിയില്ല. ഇവൻ്റെ പേരിൽ ഇപ്പോൾ ഈ ഹോട്ടൽ ഉടമയുടെ പേരിൽ കേസ് എടുത്തു. ആ വിഷയത്തിൽ കേസായോ എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. കോഴിക്കോട് പേരാമ്പ്രയ്ക്ക് സമീപമുള്ള ചെറുവണ്ണൂർ, പേരാമ്പ്ര ചെറുവണ്ണൂരിലെ ഒരു പള്ളി ദർസിലെ വിദ്യാർത്ഥികളാണ് 4 പേർ. മുഹമ്മദ് സിനാൻ, അതോടൊപ്പം തന്നെ മുഹമ്മദ് ഉനീസ്, മുഹമ്മദ് ഷാമിൽ, അബ്ദുൽ ഹാദി. 4 പേരും അവിടെ ആ ദർസിലെ പരിപാടികളുമായി ബന്ധപ്പെട്ട് ചുമരെഴുതാൻ വേണ്ടി പോയിരുന്നു. അവിടെ രാവിലെ പകൽ പോവുകയും ഒരു വീട്ടിന്റെ മുന്നിൽ ചുമരെഴുതാൻ അനുവാദം വാങ്ങുകയും ചെയ്തു. അവർ അനുവാദം നൽകി രാത്രി വന്ന് ചുമരെഴുതിക്കോളൂ എന്ന് പറയുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ 4 പേരും കൂടി ചുമരെഴുതിന് വേണ്ടിയുള്ള സാമഗ്രികളുമായി വീണ്ടും ആ വീടിന്റെ മുന്നിലെത്തി. വീട്ടുകാരുടെ വീണ്ടും ഒന്നുകൂടി സംസാരിച്ചപ്പോഴാണ് പിന്നീട് അവിടെ രണ്ടുപേരാണ് ഉണ്ടായിരുന്നത്. സന്തോഷ് ചേകാത്ത എന്ന് പറഞ്ഞ വീടാണ്. സന്തോഷ് ചേകാത്ത, അതോടൊപ്പം തന്നെ സുരേഷ് പഴയമടത്തിൽ എന്ന് ഈ 2 പേരും ഈ കുട്ടികളോട് വളരെ വർഗീയമായ രീതിയിൽ ആദ്യം വിശ്വാസപരമായ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നു, പിന്നെ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ കുറിച്ചൊക്കെ ചോദിക്കുന്നു, പിന്നെ വർഗീയമായ കാര്യങ്ങൾ ചോദിക്കുകയും ഇത് കുട്ടികൾക്ക് സംഗതി പന്തിയല്ല എന്ന് പറഞ്ഞ് കുട്ടികൾ അവിടെ നിന്ന് ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ ആദ്യം മുഹമ്മദ് സിനാനെ മർദ്ദിച്ചു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മുഹമ്മദ് ഉനൈസിനെ ആദ്യം മർദ്ദിച്ചു. അത് തടയാൻ ശ്രമിച്ചപ്പോൾ മുഹമ്മദ് ഷാമിലിനെ മർദ്ദിച്ചു. ഇസ്ലാമിന്റെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു, അവർക്ക് ഡൗട്ടുകളൊക്കെ. ഞങ്ങള് അതിന് കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞു കൊടുത്തു. അതിനുശേഷം പിന്നെ ഈ ഇന്നത്തെ വാറില്ലേ, ഇറാന്, അതുപോലെ അഫ്ഗാനിസ്ഥാന്, അതായത് സിറിയ, അപ്പൊ എന്തിനാണ് ഈ മുസ്ലിങ്ങള് തന്നെ മുസ്ലിം രാജ്യത്തിനെ ആക്രമിക്കുന്നത്, അങ്ങനെ പിന്നെ അമേരിക്കൻ്റെത്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. ഇതില് പ്രധാനപ്പെട്ട എന്താ വെച്ചാല് ചോദ്യത്തിന് ഒരു മറുപടി കേൾക്കാൻ ഒരു തയ്യാറല്ലായിരുന്നു. ഒരു ചോദ്യം ചോദിക്കാൻ, എന്നിട്ട് ഓല് 2 ആളുകൾ ഉണ്ടായല്ലോ, എന്നിട്ട് ഓല് 2 ആളും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുവിടാം. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഇറങ്ങി പോന്നു. ഒരു 11 മണിയൊക്കെ ആയപ്പോ ഇറങ്ങി. അപ്പോ എന്നെ വിളിച്ചിട്ട് എന്നെ പറഞ്ഞ് എനിക്ക് ഒരു സീക്രട്ട് ആയിട്ടുള്ള കാര്യം പറയാം. അത് ഇവരെ കൂട്ടത്തിൽ കൂടുതലും പറഞ്ഞ ഞാനായിരുന്നു, ഇവരധികം സമ്മതിച്ചില്ലായിരുന്നു പറയാന്. അപ്പൊ ഓൽക്ക് എന്തേ തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ സീക്രട്ട് ആയിട്ട് പറയാനുണ്ട്, ഓരോടൊന്നും പറയാൻ പാടില്ല. അങ്ങനെ എന്നെ തോളിൽ കേട്ടിട്ടുണ്ടായി. അപ്പൊ തന്നെ എനിക്ക് തോന്നി എന്തെങ്കിലും ആക്കാനായിരിക്കും. അപ്പൊ പിന്നെ വരുന്നുണ്ട്, ഇപ്പൊ സമയമില്ല, ക്ലാസ് ഉണ്ട് പറഞ്ഞു രാവിലെ. അങ്ങനെ പിന്നെ
പിന്നെ ബാക്കോട്ട് പുറത്തേക്ക് പോയി, ഗേറ്റിന്റെ പുറത്തേക്ക്. അപ്പൊ ഈ ചങ്ങായി ബാക്കിലുണ്ടായിരുന്നു. തോള് പിന്നെ കൈയിട്ട് അഥവാ എനിക്ക് പിന്നെ പുറത്തേക്ക് പോകാൻ പറ്റാത്ത രൂപത്തിലുള്ള ആ ഒരു പിടുത്തം പിടിച്ചു. അങ്ങനെ ഉള്ളിൽ കയറി ലോക്കാക്കി, ഗേറ്റ് ലോക്കായി. അപ്പൊ ഇവര് മൂന്നാൾക്കാര് പുറത്തേക്കായിരുന്നു. അങ്ങനെ ഉള്ളിലേക്ക് ഒരു ബാക്ക് ഭാഗത്തേക്ക് ഒരു ഇറട്ടുള്ള സ്ഥലത്തേക്ക് വന്നു. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. അപ്പൊ പിന്നെ അയാള് കറക്റ്റ് ബ്ലോക്കായി, എനിക്ക് അനങ്ങാനായില്ല. അപ്പൊ പിന്നെ അയാള് ആദ്യം നിലത്തേക്ക് തള്ളിയിട്ട് അങ്ങനെ ആക്രമിക്കാൻ തുടങ്ങി. കേട്ടല്ലോ, ഇതാണ് ഇവിടെ ചിലരുടെയൊക്കെ ചിന്താഗതി മാറി, മനസ്സിലേക്ക് വിഷം കയറി തുടങ്ങി. മനസ്സിലായി? ഹിന്ദു മുസ്ലിമിന്, ഒരു ഹിന്ദു സഹോദരൻ നാളെ ഒരു മുസ്ലിം സഹോദരനെ, ഒരു ഹിന്ദു സഹോദരി നാളെ ഒരു മുസ്ലിം സഹോദരിയെ കാണുന്ന സമയത്ത് മനസ്സിനകത്ത് പേടി കൊണ്ട് നോക്കേണ്ടതും കൈ കൊടുക്കേണ്ടതും ചിരിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ ഈ നാട്ടിൽ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ ഈ വർഗീയത കലർന്ന രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ച് അതിലൂടെ ലാഭം കൊയ്യാൻ നോക്കുന്ന ആളുകൾ, അങ്ങനെ ഒരു രാഷ്ട്രീയം ഹിന്ദുവിൻ്റെ ഇടയിലും മുസ്ലിമിൻ്റെ ഇടയിലും ക്രിസ്ത്യൻ്റെ ഇടയിലും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനത്തെ ഒരു നാട്ടിൽ ഇതിനെ വളരാൻ സമ്മതിക്കാതെ ഇരിക്കുക എങ്ങനെയാ? ഒന്നില്ലെങ്കിൽ ഒറ്റക്കെട്ടായിട്ട് ഇവരെ നേരിടണം. പക്ഷെ അത് നടക്കുന്നില്ല. അപ്പം പിന്നെ നമ്മളെ ഭാഗത്തുനിന്ന് ഇതേപോലുള്ള മിസ്റ്റേക്കുകൾ വരാതെ നമ്മൾ ശ്രദ്ധിക്കണം. അവർക്കൊരു സാധനം ഇട്ട് കൊടുക്കാതിരിക്കാൻ നമ്മൾ നോക്കണം. നമസ്കാരം. മെഹർ മന്തി ആൻഡ് ഗ്രിൽസിന്റെ മാനേജിംഗ് പാർട്ട്നേഴ്സിൽ ഒരാളാണ് ഞാൻ. എൻ്റെ പേര് ഷമീർ എന്നാണ്. വളരെ വേദനാജനകമായ ഒരു നിമിഷമാണ് നമ്മൾ ഇപ്പം ഈ ഒരു സമയത്ത് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. ഈ കഴിഞ്ഞ വിഷു ഏപ്രിൽ 15 നമ്മൾ ഒരു ആശംസ അറിയിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നമ്മളൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. പക്ഷെ അത് ആ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ വന്നപ്പോൾ തന്നെ അതൊരിക്കലും നമുക്കൊരു സമൂഹത്തിലേക്ക് ഇറക്കി വിടാൻ പറ്റുന്ന ഒരു പോസ്റ്റർ അല്ല എന്ന് കണ്ട് നമ്മൾ പിൻവലിക്കുകയും അതിന് പകരം ഏറ്റവും നല്ലൊരു പോസ്റ്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ സോഷ്യൽ മീഡിയ വഴി എല്ലാവരിലേക്കും ആശംസകൾ എത്തിക്കുകയും ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഒരു 2 പോസ്റ്ററും നമ്മളുടെ ഗ്രൂപ്പിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്ത് ഒരാൾ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. അത് വളരെ താമസിയാതെ തന്നെ അത് പിൻവലിക്കുകയും, പക്ഷേ നമ്മളുടെ ഒരു നിർഭാഗ്യവശാലുള്ള ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പോസ്റ്റ് ആരൊക്കെയോ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയുണ്ടായി. സോ അങ്ങനെ ഒരു പ്രോബ്ലം വന്ന സമയത്ത് ഇത് മാക്സിമം ഇപ്പോൾ ചേർത്തല എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് മാത്രമല്ല, കേരളത്തിലും അതുപോലെ തന്നെ ട്വീറ്റ് ചെയ്ത് ഇന്ത്യ മൊത്തം ഈ ഒരു പ്രശ്നം മാക്സിമം ആൾക്കാരിലെത്തിയിരിക്കുകയാണ്. സോ നമ്മൾ ഒരിക്കലും ഒരു സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ച് നമ്മൾ ചെയ്തൊരു കാര്യമല്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന് മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു സമയത്ത് പോലും, ഇതിപ്പോൾ ഏകദേശം സമയം 2 മണിയോളം ആകാറായി, നമുക്ക് ഈ ഒരു സമയത്തും നമ്മൾ ഈ ഒരു പോസ്റ്റ് ഇടാൻ റീസൺ കാരണം നമ്മളുടെ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും ഇത് മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. നമ്മളിത് ആരെയും വേദനിപ്പിക്കാനോ ഒന്നിനും വേണ്ടിയല്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ 2 പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യും, അതിനകത്ത് ഒരെണ്ണം വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ പിൻവലിക്കുകയും, പക്ഷേ വാട്സപ്പിൽ മാത്രം, നമ്മൾ മറ്റു ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും നമ്മൾ ഈ ഒരു പോസ്റ്റ് ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ മനഃപൂർവ്വം ഇത് എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്തു എന്നുള്ള രീതിയിലാണ്. സോ ഇതുകൊണ്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും, ഇത് നമ്മളൊരു മതപരമായോ ഒന്നുമല്ല കാണുന്നത്, കാരണം നമ്മൾ എല്ലാ മതങ്ങളെയും എല്ലാ ആചാരങ്ങളെയും നമ്മൾ ഒത്തിരി അധികം റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്, കാരണം നമ്മൾ താമസിക്കുന്ന കേരളത്തിലാണ്. സോ അത് ആ ഒരു റെസ്പെക്റ്റോടു കൂടി തന്നെയാണ് നമ്മൾ ഓരോ ആഘോഷങ്ങളും നമ്മൾ വളരെ വളരെ നല്ല രീതിയിലാണ് നമ്മൾ ഈ ഒരു 1.5 വർഷക്കാലമായി നമ്മൾ മെഹർ നടത്താൻ തുടങ്ങിയിട്ട്. സോ ഈ എല്ലാ കാര്യങ്ങളും വിഷു ആയാലും ഈസ്റ്റർ ആയാലും ക്രിസ്മസ് ആയാലും എല്ലാം നല്ല രീതിയിൽ ആഘോഷിക്കുന്ന കുറച്ച് കൂട്ടുകാർ ചേർന്ന് നടത്തുന്ന ഒരു സംരംഭമാണ്. സോഷ്യൽ മീഡിയ വഴി ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉള്ള രീതിയിലുള്ള കുറേ കമന്റുകൾ നമ്മൾ കാണുന്നുണ്ടായി. അതും നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാർ തന്നെയാണ്. നമ്മൾ ആരെയും മനസ്സിലാക്കാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ആരും നമ്മളോട് കാര്യങ്ങൾ ചോദിക്കുന്നു പോലുമില്ല. കുറ്റപ്പെടുത്തലുകൾ ഒത്തിരി ഉണ്ട്. ഇതൊന്നും പ്രശ്നമില്ല, കാരണം അത് ചെയ്യുന്നവരെ മാനസികാവസ്ഥ നമുക്ക് നല്ലപോലെ മനസ്സിലാവും. കാരണം ഇതൊരു മതപരമായി ഒരു ദൈവത്തെ അവഹേളിച്ചു എന്നുള്ള രീതിയിലാണ് വരുന്നത്. പക്ഷേ നമ്മൾ നീതിപരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ ഉണ്ടായതിൽ ഈ ഒരു മാനേജ്മെന്റിന്റെ പേരിൽ ഒത്തിരി 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 താഴ്ന്ന ലെവലിൽ എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു. ഇതിന്റെ പ്രശ്നങ്ങൾ എന്തായാലും അത് എത്രയും പെട്ടെന്ന് എല്ലാവരും പൊരുത്തപ്പെട്ട് തന്ന് വീണ്ടും നിങ്ങളുടെ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് സോൾവ് ആകാൻ എല്ലാവരും കഴിയുന്ന രീതിയിൽ പ്രാർത്ഥിക്കുക. കാര്യങ്ങളെല്ലാം ഒന്ന് സോൾവ് ചെയ്ത് തരും.
ഓക്കെ, ഇത് വേറൊരു റെസ്പോൺസാണ്. സി, ഈ റെസ്പോൺസിലും ഇവരിത് എന്താ പറയുക, കുറച്ചും കൂടിയും മെച്ചുവറായിട്ട് പറയേണ്ടിയിരുന്നു. ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഇത് ഞാൻ പറയാം, ശരിയാണ് അവർ സോറി പറയുന്നുണ്ട് എല്ലാം ഉണ്ട്, ബട്ട് ഇത് ഇവർ പ്രചരിപ്പിച്ചില്ല, അല്ലെങ്കിൽ അത് കിട്ടിയ സമയത്ത് അത് ഉണ്ടാക്കി തന്ന ആൾ ഇങ്ങനെയാണ് ഉണ്ടാക്കി തന്നെ, അത് ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് വന്നു. സി, ഇങ്ങനത്തെ ഒരു ഐറ്റം നിങ്ങൾ ഡിസ്കഷനിൽ വെച്ചു, അത് ബൈ മിസ്റ്റേക്ക് ആരോ പോസ്റ്റ് ചെയ്ത് അപ്പോഴത്തേക്ക് വിഡ്രോ ചെയ്തു എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനത്തെ ഒരു സാധനത്തിലേക്ക് പോകാനേ പാടില്ലായിരുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ള ഡെലിവറബിൾസിൻ്റെ ക്രൈറ്റീരിയ നിങ്ങൾ കൊടുക്കുമല്ലോ ഇല്ലേ? ആ കൊടുത്തപ്പോൾ നിങ്ങൾ ഈ കൃഷ്ണൻ വേണമെന്നുള്ളൊരു ക്രൈറ്റീരിയ നിങ്ങൾ കൊടുത്തിരുന്നു എന്നുള്ളൊരു ചോദ്യം ഇതിനകത്ത് വരും ഡെഫിനറ്റ്ലി. ഈ കൃഷ്ണൻ വന്ന ഉടനെ തന്നെ ഇത് വേണ്ട, കഴിഞ്ഞു, അത് ഡിലീറ്റഡ്. ഇപ്പം നിങ്ങൾക്കൊരു ഡിസ്കഷൻ, നിങ്ങളുടെ ഇപ്പം എത്ര ബ്രാഞ്ചുണ്ട്, ആ ബ്രാഞ്ചിൻ്റെ മാനേജർമാർ, പാർട്ട്നേഴ്സ്, സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നവർ, ഇത്ര പേരായിരിക്കുമല്ലോ ഒരു ഗ്രൂപ്പിനകത്ത് ഉണ്ടാവുക. അത് വന്നു പോണ കസ്റ്റമേഴ്സോ പണിയെടുക്കുന്ന എല്ലാവരും ഒരു ഗ്രൂപ്പിനകത്ത് കാണൂല. അങ്ങനത്തെ ഒരു ഗ്രൂപ്പിനകത്ത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് ആരുടെ കയ്യിൽ നിന്ന് ഈ സാധനം പോസ്റ്റായി എന്നുള്ളത് നിങ്ങൾക്ക് അറിയണം. അങ്ങനത്തെയൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ വരിക, ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഇങ്ങനെ സംഭവിച്ചു പോയി, വേറെ ആരെയും കുറ്റപ്പെടുത്താതെ സ്വയം എന്ത് ചെയ്യുക, അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് അതൊരു മാന്യമായിട്ടുള്ള കാര്യമാണ്. സോറി പറഞ്ഞത് ഓക്കെ, സമ്മതിച്ചു, ബട്ട് സ്റ്റിൽ നിങ്ങൾ എവിടേക്കോ ഇതിന് വേറൊരു ആംഗിളിൽ ഞങ്ങളല്ല ഇല്ല എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പോകുന്ന പോലത്തെ ഒരു സംഗതി എനിക്കിതിൽ ഫീലായിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ല, അത് ഉള്ള രീതിക്ക് എന്ത് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യുക. പിന്നെ ഇതിന് ഭയങ്കര വിഷയമാക്കാൻ നടക്കുന്നവരോട് എക്സ്ട്രീം മറ്റേ സാധനം ഉണ്ടല്ലോ, ഹിന്ദുത്വ ഐറ്റം, അത് തലയ്ക്ക് പിടിച്ച് ഇതിന്ന് ഭയങ്കരമായിട്ടുള്ള ഭീകരമായിട്ടുള്ള കുറേ വർഗീയത ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നവരോടാണ്. മഹാവിഷ്ണു ഓക്കെ, കുട്ടികൃഷ്ണനാണെങ്കിൽ മഹാവിഷ്ണു ആണല്ലോ. മഹാവിഷ്ണുവിൻ്റെ ഏതൊരു അമ്പലം, ഈ ഫൈം നോട്ട് റോങ്, കടപ്പയാണ് തോന്നുന്നു. ഞാനതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ജെമിനിയിൽ. അവിടെ നരസിംഹത്തിൻ്റെ, വിഷ്ണുവിൻ്റെ തന്നെയാണല്ലോ അവതാരം നരസിംഹത്തിന് വിഷ്ണുവിനൊക്കെ കോഴി കൊടുക്കലുണ്ട്, ഇതിൻ്റെ ഭാഗമായിട്ട്, റിച്വലിൻ്റെ ഭാഗമായിട്ട് സമർപ്പിക്കാറുണ്ട് എന്നൊക്കെയുള്ള ഒരു സംഗതി ഉണ്ടായിരുന്നു. അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ പോട്ടെ, അമ്പലങ്ങളിൽ അത് ആ കുരുതി അതൊക്കെ നിങ്ങൾ വിട്. ഞാനൊരു വിശ്വാസിയൊന്നുമല്ല. ഇത് ഭയങ്കര എക്സ്ട്രീം ലെവലിൽ കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഇവിടുത്തെ ഈ മതവിശ്വാസികളോട് ചോദിക്കാനുള്ളത്, പണ്ട് കാലങ്ങളിൽ ഇവർ മാംസം ഭക്ഷിക്കാത്തവരായിരുന്നു എന്നുള്ളത് നിങ്ങളോട് ആരോ പറഞ്ഞേ? എനിക്ക് ആ കോൺസെപ്റ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല. പണ്ടത്തെ ഈ അസുരന്മാർ മാത്രം, അസുരഗണത്തിൽപ്പെട്ടവരും മാംസം ഭക്ഷിക്കും, ദേവന്മാർ മാംസം ഭക്ഷിക്കില്ല. ഭൂമിയിലേക്ക് ഒരു ദൈവം ജനിച്ച് വീണ് കഴിഞ്ഞാൽ ആ ജനിച്ച് വീണ ദൈവം എന്ത് കഴിച്ചു ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇവർക്കൊക്കെ പല രീതിയിലുള്ള എന്താ പറയുക, പല വേരിയേഷൻസ് ഉണ്ടല്ലോ, പല വേരിയൻസ് ഉണ്ട്. ഇപ്പോൾ വിഷ്ണുവിന് പല വേരിയൻസ് ഉണ്ട്, ശിവന് പല വേരിയൻസ് ഉണ്ട്, അതിൽ തന്നെ കാട്ടാളനായിട്ടുണ്ട്, അതിൽ തന്നെ അങ്ങനെ പല സാധനങ്ങളും ഉണ്ട്. ഇവരൊക്കെ ഈ പ്യുവർ വെജിറ്റേറിയൻ ആയിരുന്നു, മാംസം ഭക്ഷിക്കാത്തവരായിരുന്നു. ഞാനൊരു വിശ്വാസി അല്ലാത്തത് കൊണ്ടാട്ടോ പറയുന്നത്. ഇത്രയും എക്സ്ട്രീം ലെവലിൽ ഈ സാധനം കത്തിക്കാൻ നോക്കുന്നവരോടാ ചോദിക്കുന്ന ചോദ്യം, അല്ലാതെ വേറൊന്നും. ഇവർ ചെയ്ത തെറ്റ് തന്നെയാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. മഹാവൃത്തികേടാണ് ആ കാണിച്ചത്, ശരി. കാരണം ഒരു മൊത്തത്തിലെല്ലാ ഒരു റിലീജിയനിലുള്ളവർ മൊത്തം ആരാധിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുന്നിൽ ഒരിക്കലും കൊണ്ടുവന്ന് വെക്കാൻ പാടില്ലാത്തൊരു ഐറ്റം കൊണ്ടുവന്ന് വെച്ചത് തെറ്റാണ്. അങ്ങനെ ആ രീതിയിൽ തെറ്റെന്ന് കണ്ട് അവരത് ആക്സെപ്റ്റ് ചെയ്ത് അവർ മുന്നോട്ട് പോകുമ്പോൾ ഇനി അവരെ സ്ഥാപനം അടപ്പിക്കാനും അതിൽ നിന്നൊരു വർഗീയ കലാപം ഉണ്ടാക്കാനും നോക്കുന്നവരോടാണ്. നിങ്ങളെ വീട്ടിൽ നിങ്ങൾ മഹാവിഷ്ണുവിൻ്റെയും ശിവൻ്റെയും ഫോട്ടോ ഇരിക്കുന്ന പൂജാമുറിയോ അല്ലെങ്കിൽ ഫോട്ടോ തൂക്കിയതിന് മുന്നിൽ ഇരുന്നിട്ട് നിങ്ങൾ നോൺ വെജ് കഴിക്കാറില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്, എത്രയോ ഉണ്ട്, എൻ്റെ വീട്ടിലുണ്ട്. അപ്പുറത്ത് നോക്കുമ്പോൾ മഹാവിഷ്ണു, ഇപ്പുറത്ത് നോക്കുമ്പോൾ ശിവനും ഉണ്ടാവും. ഞാനിപ്പുറത്ത് ഇരുന്നിട്ട് ബീഫ് മന്തിയും പൊറാട്ടയും ചിക്കനുമായിട്ട് കഴിക്കുമല്ലോ. അപ്പോൾ അത് തെറ്റല്ലേ? പേര് അതേപോലെ വിഷ്ണു എന്നൊക്കെ പേരുള്ള ആൾക്കാരുണ്ടാവില്ലേ? ദൈവത്തിൻ്റെ പേരാന്ന് പറഞ്ഞിട്ട് വെജിറ്റേറിയൻ ആയിട്ട് ജീവിക്കുമോ ഒരു കാലാകാലം? ശിവൻ, വിഷ്ണു എന്നൊക്കെ പേരുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഈ നാട്ടിൽ. ഇനി നാളുകളിൽ ഇതൊക്കെയാവും പ്രശ്നമേ. ദൈവത്തിൻ്റെ പേരുള്ളവരാരും ഇനി മാംസാഹാരം കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞു കളയും വരും. ഫോട്ടോ ദൈവത്തിൻ്റെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ മാംസം കയറ്റാൻ പാടില്ല, വീടുകളിൽ മാംസം ഉപയോഗിക്കരുത്, അങ്ങനെയൊക്കെ ആക്കി മാറ്റി എന്ത് ചെയ്യും? ഇത് മനുഷ്യൻ്റെ ഫ്രീഡത്തിലേക്ക് കടന്നു വരും. മനസ്സിലായോ? ഇത് എക്സ്ട്രീം രീതിയിൽ ഇത് കത്തിക്കാൻ നോക്കുന്നവരോടാണ് ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും ചെയ്തത് തെറ്റാണ്, പോസ്റ്റ് വളരെ റോങ് ആണ്, മതവികാരം വ്രണപ്പെട്ട ഒരവസ്ഥയാണ്. അതങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊണ്ടും അത് മുതലെടുക്കാൻ ആളുകളുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ ഈ പോസ്റ്റ് ഉണ്ടാക്കി, അത് നിങ്ങളെ കയ്യിൽ നിന്ന് ബൈ മിസ്റ്റേക്ക് നിങ്ങൾ പറയുന്നു. എന്നാലും
ദാറ്റ് ഈസ് റോങ്. ഇനിയിപ്പോൾ വരുന്ന് നേരിടുക എന്നല്ല വേറെ വഴിയൊന്നുമില്ലല്ലോ. കാരണം ഇത് മാക്സിമം കത്തിക്കലായിരിക്കും. കാരണം ഷിയാസ് അനുമോൾ ബീഫ് കഴിഞ്ഞിട്ട് അടുത്ത കിട്ടിയതാണ്, കത്തിച്ചുകൊണ്ടേയിരിക്കും.